ഹായ് ഹലോ നമസ്തേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. കുറെ നാളുകളായിട്ട് ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നവിടുത്തെ ടീം മെമ്പേഴ്സ് മൊത്തം മൊത്തം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല, എന്നാലും ഒരു 21 പേരായിട്ട് നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നത് കാന്തല്ലൂരാണ്. ഇപ്പോ പാലക്കാട് റൂട്ടിലൂടെ നെന്മാറ കൊല്ലങ്കോട് വഴിയാണ് നമ്മൾ കാന്തല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ എത്തിയപ്പോൾ ഒരു കാഴ്ചയാണ്, കൊല്ലങ്കോട് എത്തിയപ്പോൾ ഒരു കാഴ്ചയാണ്. ഒരു ചെറിയൊരു സ്കൂള്. ആ സ്കൂളിന്റെ മതില് നല്ല രീതിക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കുവാണ്. പെരുമാൾ കോവിൽ ദേവസ്വം സ്കൂൾ. ആ ഒരു കുട്ടികൾക്ക് ആകർഷണം തോന്നുന്ന രീതിയിൽ ട്രെയിനിന്റെ പടം വരച്ചേക്കുവാണ് നമ്മൾ. അപ്പോ പാലക്കാട് കരിമ്പനകളുടെ നാടാണ്. പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലൊക്കെ ഇങ്ങനെ നല്ല കാഴ്ചകളുണ്ട്, മലനിരകളുണ്ട്. അങ്ങനെ സമയം ഇപ്പൊ ഏകദേശം 1:30 ആവാറായി. അപ്പൊ നമ്മൾ എല്ലാവരും 8 മണിക്കാണ് യാത്ര പുറപ്പെട്ടത്. അപ്പൊ ഭക്ഷണം രാവിലെ കഴിച്ചത് അതിനു മുൻപാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം വിശപ്പിന്റെ വിളി എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുവശങ്ങളിലും നല്ല റോഡൊക്കെ ആണെന്നുണ്ടെങ്കിലും കടകളൊന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളിപ്പോ ഒരു ചെക്ക് പോസ്റ്റ് എത്തി. ആ ചെക്ക് പോസ്റ്റിൽ ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ മറയൂർ എത്തിയിട്ടാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ഭക്ഷണമാണ്. ഈ ഒരു മീൻ ഫ്രൈ, ഇത് കട്ട്ലയാണ് മീൻ. ഇവിടെയൊക്കെ കായല്, പുഴമീൻ അങ്ങനെയൊക്കെയാണ് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ വഴിയോര കച്ചവടക്കാരിരിക്കുന്നുണ്ട് കുറച്ച്. ഇതിനെല്ലാത്തിനും 100 രൂപയാണ്. കാണുമ്പോൾ നല്ല കളർഫുള്ളാണ്, ഏതെടുത്താലും 100ആണ്. അപ്പൊ വെറുതെ ചുമ്മാ അങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നമ്മള് ഇനിയും ഉണ്ട് ഇവിടുന്ന് കാന്തല്ലൂർക്ക് അത്യാവശ്യം ദൂരം. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മളിപ്പോ കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് ഇങ്ങനെ വിട്ടുപോയി. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മയക്കത്തിൽ വിട്ടു. ഇപ്പൊ ഏകദേശം നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കാന്തല്ലൂരിൽ നിന്നും അത്യാവശ്യം കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഹോം സ്റ്റേ എന്ന് പറയുന്നത്. നമ്മൾ റിസോർട്ടൊന്നും അല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഹോം സ്റ്റേ ആണ്. ഇപ്പൊ ഈ കാണുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഇലയ്ക്കൊക്കെ എന്തോ ഒരു പ്രത്യേക മണമുണ്ട്. ഇതിന്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. എന്തോ ഒരു ആയുർവേദ ഗുണമുള്ള ഒരു ചെടിയാണ്. അങ്ങനെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ തൊട്ട് മേലെ തട്ടില് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ എവിടേക്കാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം അവിടെ പ്ലം, സ്ട്രോബെറി അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷി അവരുടേതായിട്ടുള്ള ആ ഒരു കോമ്പൗണ്ടിൽ അവർ നടത്തുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും വന്ന് പൊട്ടിക്കാനൊക്കെ ആണോ എന്നുള്ളതാണ് അവര് ചോദിക്കാൻ കാരണം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കുറെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളുണ്ട്. അതിൽ മിക്കതും എനിക്ക് തോന്നുന്നത് ഇവിടെ റെസിഡൻസ് കുറവാന്ന് തോന്നുന്നു. കാരണം ഇത് ഹോം സ്റ്റേക്ക് കൊടുക്കുന്ന, ലീസിനൊക്കെ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ താമസിക്കുന്ന ആ ഒരു വെള്ള ഹൈറ്റ് കൂടിയ ഒരു 3 നില വീട്ടിലാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, സംഭവം നമുക്കാകെ പാളിപ്പോയൊരു സംഭവമാണ് നമ്മുടെ താമസം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച ഒരു ലൊക്കേഷൻ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിലും താമസിക്കുന്ന ആ ഒരു വീട് നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ ഒത്തു വന്നില്ല. കാരണം അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം അത്ര നല്ല രീതിയിലായിരുന്നില്ല. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു ഇതിൽ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. കാഴ്ചയൊക്കെ നല്ല രസമാണ്. ഇനിയിപ്പോ നമ്മളിപ്പോ നൈറ്റ് ഒരു റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജീപ്പാണ്. ജീപ്പില് നമുക്ക് ചെറിയൊരു ട്രക്കിംഗ് പോലെയാണ്. നമുക്കറിയില്ല എവിടേക്കാ എങ്ങനെയാണെന്നുള്ളതൊന്നും. എന്തായാലും നല്ല രസമുണ്ട്. എനിക്ക് ചുറ്റിനും ഈ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, മൊത്തം അതൊരു ഇപ്പൊ ഈ പറഞ്ഞ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്കിവിടെ അങ്ങനെ വല്ലാതെ വലിഞ്ഞു കയറി വന്ന് കുറെ നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ചാല് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ നമ്മള് 21 പേരായിട്ടുള്ള യാത്രയിൽ നൈറ്റ് റൈഡിന് ആകെ 15 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ജീപ്പിൽ 7 പേരും മറ്റേ ജീപ്പിൽ 8 പേരുമായിട്ട് നമ്മൾ നൈറ്റ് റൈഡിന് പോവാണ്. ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള ഈ ഒരു റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളൂ. പക്ഷെ വലിയൊരു കാടെന്നോ അല്ലെങ്കിൽ വലിയൊരു അഡ്വഞ്ചർ ട്രിപ്പ് എന്നോ നമുക്കൊന്നും അവകാശപ്പെടാനില്ല. 1500 രൂപയാണ് ഒരു ജീപ്പിന്റെ ചിലവ് എന്ന് പറയുന്നത്. പോകുന്ന വഴിക്ക് കുറെ മരങ്ങളും ചെടികളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നല്ലാതെ വേറെ ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ ആ ഒരു പറച്ചിലില് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. പക്ഷെ ആന പോയിട്ട് ആനപ്പിണ്ടം പോലും നമ്മൾ അവിടെ കണ്ടില്ല. അങ്ങനെ രാവിലെയായി. രാവിലെ നമ്മൾ വീണ്ടും ഒരു ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇന്ന് ട്രക്കിങ്ങിന് അത്യാവശ്യം ദൂരം പോകുന്ന കാരണം കൊണ്ട് രാവിലെയൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ജീപ്പിന് ഇന്നിപ്പോ കംപ്ലീറ്റ് എല്ലാവരും ഉണ്ട്, 21 പേരും നമ്മൾ ഉണ്ട് ട്രക്കിങ്ങിനായിട്ട്. അപ്പൊ പോകുന്ന ജീപ്പിന് പെർ ജീപ്പ് 2500 ആണ് അവർ പറഞ്ഞ റേറ്റ്. ഇതിൽ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ എന്ന് അറിയില്ല.
എന്നാലും അത്യാവശ്യം അത്രത്തോളം റേറ്റ് വരുന്നുണ്ട് എന്നാണ് ഈ പോകുന്ന യാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാവുക. കാരണം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കെ ഒരു വാട്ടർഫോൾസിലേക്കാണ് ആദ്യം എത്തിയത്. വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ കാണുന്ന സ്ഥലമൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവര് കുറച്ച് ഒരു 50 രൂപ നമുക്കൊരു പാർക്കിംഗ് ഫീസ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല, എന്നാലും ഒരു എൻട്രി ഫീസ് പോലെ 50 രൂപയുണ്ട്. പക്ഷെ നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ജീപ്പ് വന്നു നിൽക്കുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ അത് കണ്ട് തിരിച്ചു വരണമെന്നാണ്. നമ്മളെല്ലാവരും ഇവിടെ വന്ന് കുളിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ പലരും അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ കുളിച്ചിട്ടാണ് ഇറങ്ങിയത്. വളരെ ചുരുക്കം പേര് മാത്രം ഇവിടെ വന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവര് അവിടെ പോയിട്ടുണ്ട്. വാട്ടർഫോൾസ് ഒക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പേരെടുത്ത് പറയത്തക്ക രീതിയിൽ വാട്ടർഫോൾസിന്റെ എവിടെയും ഞാൻ നെയിം ബോർഡോ കാര്യങ്ങളോ കണ്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ്. എനിക്കറിയില്ല. ഇനി അറിയുന്നവർ, ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. കുറെ പേര് ഇവിടെ വരുന്നുണ്ട്, കുറെ പേരുണ്ട്. പക്ഷെ വെള്ളച്ചാട്ടമൊക്കെ നല്ല രസമാണ്, കുളിക്കാനൊക്കെ പറ്റുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ എത്തിയത് ഹണി റോക്ക്. ഹണി റോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഇപ്പൊ കാണാൻ പറ്റുമോ, ഈ വീഡിയോയിൽ ഇപ്പൊ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. കുറെ പാറയോട് ചേർന്ന് ഇങ്ങനെ കുറെ തേനീച്ച കൂടുണ്ട്. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ചൊന്ന് മൂവ് ചെയ്തപ്പോൾ നമ്മൾ ഭ്രമരം ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. ഭ്രമരം, അതേപോലെ കൈദിയിലെ ഒരു സോങ്, അതിന്റെ കുറച്ച് സീനുകൾ, പിന്നെ തമിഴ്നാട് അജിത്തിന്റെ വേറെ ഏതൊരു സിനിമകൾ, അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇത്. ഇവിടെ തന്നെ ഈ ഒരു മരത്തിന് മേലെ ഒരു ഏർമാടം അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അറ്റ് എ ടൈം 7 പേർക്ക് മാത്രമേ ഇതിന്റെ മുകളിൽ കയറാവൂ, അല്ലെങ്കിൽ അത് ഓവർലോഡ് വന്ന് അത് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതിന്റെ തൊട്ട് താഴെ നമുക്ക് ഫോട്ടോ എടുത്തു വന്ന് പ്രിന്റ് ചെയ്ത് തരുന്ന ആ ഒരു അറേഞ്ച്മെന്റും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ പുറകിൽ കാണുന്ന കുറച്ച് പുല്ലുകളില്ലേ, ആ പുല്ലെന്ന് പറയുന്നത് ഇതാ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പുല്ലുകൾ ഇങ്ങനെ ഇഷ്ടംപോലെയുണ്ട്. ഇതിങ്ങനെ പറിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. എങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് പറിച്ച് അതൊന്ന് സ്മെല് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പുൽത്തൈലം ഉണ്ടല്ലോ, പുൽത്തൈലം ഈച്ച വരുന്നതിനും ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന പുൽത്തൈലമുണ്ട്. കറക്റ്റ് അത് തന്നെയാണ്, അതിന്റെ മണം തന്നെയാണ്. സംഭവം ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ഒരു ഇതിൽ ചേഞ്ച് ഒന്നുമില്ല. എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു മണവും ഈ മണവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഒരു പാറപ്പുറത്ത് ഇങ്ങനെ എത്തി. ആ പാറപ്പുറത്ത് ഉള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എന്റെ പുറകിൽ കാണുന്ന ഈ ഒരു മരം, കുറച്ച് മരങ്ങളുണ്ട്. അങ്ങോട്ട് അറ്റത്തേക്ക് നോക്കുമ്പോൾ കുറെ കുന്നുകൾ, മലകൾ, അതിന്റെ ഇടവിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് കുറച്ച് വീടുകൾ, അങ്ങനെ എല്ലാം നല്ല രസത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് ഇപ്പോ ഈ ഒരു തിരക്ക് കുറഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ നമ്മൾ വന്നപ്പോൾ കുറച്ച് നമ്മുടേതായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത്, അപ്പോഴും നമ്മുടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ജീപ്പ് ഡ്രൈവേഴ്സ് എപ്പോഴും ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആണ് മാക്സിമം നമുക്ക് നൽകുക. ഇവിടേക്ക് നടന്നെത്താൻ തന്നെ അത്യാവശ്യമുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ച് വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ ചെലവഴിക്കുകയാണ്. അങ്ങനെ നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ സമയം ആവാറായി. ഒരു 10 മിനിറ്റോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു പോരാൻ നിൽക്കുവാണ്. അപ്പോഴും ഈ കാഴ്ച കണ്ട് നമുക്ക് അത്ര മടുക്കില്ല. കുറെ നേരം നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് തോന്നും. കാരണം നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പൊ വരുന്ന വഴിക്ക് നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരു ചേട്ടൻ കുറച്ച് മാമ്പഴം വിൽക്കുന്നതായിട്ട് കണ്ടു. പുള്ളി പറഞ്ഞു കുറച്ച് റേറ്റ് കൂടുതലാണ്, കാരണം ഞാനിത് ഇവിടെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്, അതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടും. കിലോ 150 രൂപയാണ്, 150 രൂപയാണ് പുള്ളി പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലാത്ത ഒരു റേറ്റ് ആണെന്ന് നമുക്ക് തോന്നി. നമ്മൾ 2 കിലോ മേടിച്ചു. കാരണം വേറെ ഇവിടെ വെള്ളവും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല, കിട്ടൂല. അപ്പൊ നമ്മൾ ഈ ഒരു മാമ്പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ 50 രൂപയാണ് ഒരു ജീപ്പിന് എൻട്രി ഫീ. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമുക്ക് സ്ട്രോബെറി ഫാം, ആപ്പിളിന്റെ ഫാം അതൊക്കെ ഉള്ളത്. പക്ഷെ അവിടെ ഒന്നും കാണാനായിട്ട് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്ന് അങ്ങനെ നമ്മൾ വെളുത്തുള്ളി വിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി. ചെറിയൊരു കടയാണ്. ഈ വെളുത്തുള്ളി മണ്ണിന്റെ കളറാണ് ഇതിനിപ്പോ ഉള്ളത്. അതാണ് നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന നല്ല വെളുത്ത വെളുത്തുള്ളി. ഇതിപ്പോ മണ്ണിൽ നിന്ന് നേരിട്ട് എടുത്ത കാരണം കൊണ്ടാണ് ആ ഒരു കളർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു വെളുത്തുള്ളിക്ക് നമ്മുടെ നല്ല നാടൻ വെളുത്തുള്ളിയാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന വെളുത്തുള്ളിയുടെ പോലെയല്ല. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ കിട്ടുന്നത് അത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ വരുന്ന വെളുത്തുള്ളിയാണ്. നമ്മൾ വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തി.
അങ്ങനെ ബാഗും ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇനി നമുക്ക് വേറെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ്ലി വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള കുറച്ച് കുറച്ച് ലൊക്കേഷൻസ് സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മറയൂരിനോടടുത്തുള്ള ഒരു സെന്ററിൽ നിർത്തി. അങ്ങനെ ഇപ്പോ ഉച്ചയുടെ ഭക്ഷണത്തിന്റെ ആ ഒരു സമയം അടുത്തോ എന്ന് ചോദിച്ചാൽ ഏകദേശം അടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും വലിയ വിശപ്പില്ലതാനും. അങ്ങനെ കുറച്ച് നേരം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മറയൂർ ശർക്കര മേടിച്ചു. അപ്പൊ അതിനൊക്കെ ശേഷം നമ്മളിപ്പോ ഒരു സർവത്ത് കുടിക്കാൻ വന്ന് നിൽക്കുവാണ്. ഈ ഒരു ചേട്ടൻ ഇവിടുത്തെ സർവത്ത് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, പറയാതിരിക്കാൻ വയ്യ. 25 രൂപയാണ്. സോഡ പൊട്ടിക്കുന്ന സ്കില്ല് വേറെയാണ്, കാരണം നമ്മുടെ കണ്ണടിച്ച് പോകുന്ന രീതിയിലുള്ള ആ ഒരു സൗണ്ടും ഇതൊക്കെയാണ്. നല്ല രസമാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഡബ്ബയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള കളറുണ്ട്, കളർ വെള്ളം, നല്ല കളറാണ്. നമുക്കത് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മള് മറയൂർ സെന്ററിൽ വീണ്ടും ഇതേ സെയിം ഹോട്ടലിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ചത്, ഉച്ചഭക്ഷണം. ഇന്നും അവിടെ തന്നെ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വരുവാണ്. അപ്പോൾ നമ്മൾ 2ാം ദിവസം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണത്തിന്റെ ആ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചന്ദനമരമാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വണ്ടി നിർത്താനേ പാടില്ല. പക്ഷെ ഈ ബ്ലോക്ക് കാരണം കൊണ്ട് എല്ലാവരും വണ്ടി നിർത്തി ആ ബ്ലോക്കിന്റെ കാരണം അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാരണം നമ്മളിവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടപെടാൻ പറ്റുന്ന കേസാണ് നമ്മൾ പോയി ഇടപെടുക, വണ്ടികളൊക്കെ ബ്ലോക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പക്ഷെ അല്ലാത്ത സമയം നമുക്ക് നമ്മൾ അവിടെ തന്നെ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയുള്ളൂ. ആരും ഇനീഷ്യേറ്റീവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ നേരങ്ങളോളം അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതിന് റോഡിന് വളരെ വീതി കുറവാണ്. ഈ ഒരു KSRTC ബസ്സും അതിന് മുന്നിൽ കിടക്കുന്ന ബസ്സും ഇങ്ങനെ ഒരു വളവില് പെട്ടുപോയി എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ഇവിടെ വന്നത്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് അമരാവതി ഡാമിലാണ്. ഇതാണ് ഇപ്പോഴത്തെ ഡാമിന്റെ അവസ്ഥ. വലിയ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഒരു ഉള്ള ക്വാണ്ടിറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ വെള്ളമില്ല. ഒരു ഡ്രൈ ലാൻഡ് പോലെയാണ് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പൊ കിടക്കുന്നത്. പിന്നെ നമ്മൾ ചെറിയൊരു റീലും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിരുന്നു. അത് ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതൊക്കെ അതിന്റെ ഒരു എന്താ പറയാ ബിഹൈൻഡ് ദ സീൻസ് ആണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു വലിയൊരു ട്രാവൽ വ്ളോഗ് ഒന്നായിട്ട് എടുക്കരുത്, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എടുത്ത ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറിയൊരു വ്ളോഗ് ആക്കി എടുത്തതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.